ഹായ് മക്കളെ, 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം പേപ്പർ 1 2023 നടന്ന അർദ്ധവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ക്വസ്റ്റ്യൻസ് നോക്കാം. കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. 1. ഇബാദത്തുകൾ സമ്പൂർണ്ണമാവാൻ ആവശ്യമാണ് റിയാ, ഷിർക്ക്, ഇഖ്ലാസ്. അതിൻ്റെ ആൻസർ ഇഖ്ലാസ്. 2. അബൂബക്കർ അള്ളാഹുനുവിൻ്റെ വംശം ബനു തൈം, ബനു അദിയ്, ബനു ഉമയ്യ. ബനു തൈം, അബൂബക്കർ അള്ളാഹുനുവിൻ്റെ വംശം ബനു തൈം. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുമകൻ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുമകൻ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. അടുത്തത് വിശ്രമം. 4ാമത്തെ ക്വസ്റ്റ്യൻ. വിശ്രമം എന്നതിൻ്റെ അറബി ഉത്ലത്ത്, ആയിലത്ത്, ഇസ്തിറാഹത്ത്. ആൻസർ ഇസ്തിറാഹത്ത്. ആൻസർ ഇസ്തിറാഹത്ത്. 5. ഇരുണ്ട കാലം എന്ന് ചരിത്രകാരന്മാർ പരിചയപ്പെടുത്തിയത് 6ാം നൂറ്റാണ്ട്, 5ാം നൂറ്റാണ്ട്, 8ാം നൂറ്റാണ്ട്. 6ാം നൂറ്റാണ്ട്. ആൻസർ 6ാം നൂറ്റാണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് മുമ്പുള്ള ഇരുണ്ട കാലം എന്ന് ചരിത്രകാരന്മാർ പരിചയപ്പെടുത്തിയത് 6ാം നൂറ്റാണ്ട്. 6ാമത്തെ ക്വസ്റ്റ്യൻ. അൽ ബക്കാവു എന്നതിൻ്റെ അർത്ഥം നശിച്ചു പോവുക, അന്ത്യമില്ലാതിരിക്കുക, അനാദ്യനായിരിക്കുക. അൽ ബക്കാവു അന്ത്യമില്ലാതിരിക്കുക. അൽ ബക്കാവു അന്ത്യമില്ലാതിരിക്കുക. അടുത്തത് ചേരുംപടി ചേർക്കുക. അൽ ഖിയാമു ബിൻ നഫ്സി, അൽ വഹദാനിയത്തു, കൗനുഹു മുരീദ, കൗനുഹു മുത്തകല്ലിമ, കൗനുഹു സമീഅ. അത്തഅദ്ദുദ്, അൽ ഇഹ്തിയാജ്, കൗനുഹു അബ്കമ, കൗനുഹു അസമ്മ, കൗനുഹു കാരിഹ. അല്ലാഹു തആലയുടെ വാജിബായ സിഫത്താണ് ഒരു സൈഡിൽ തന്നത്. അല്ലാഹു തആലയുടെ മുസ്തഹിലായ സിഫത്താണ് ഈ സൈഡിലുള്ളത്. അൽ ഖിയാമു ബിൻ നഫ്സി നിരാശ്രയത്വം എന്നുള്ളതിൻ്റെ മുസ്തഹിലായ സിഫത്ത് ഇഹ്തിയാജ്, ആശ്രയത്വം. ബി ആണ് ഇവിടെ. അൽ ഖിയാമു ബിൻ നഫ്സി ഇഹ്തിയാജ്. അടുത്തത് 8ാമത്തെ. അൽ വഹദാനിയത്തു, ഏകത്വം എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ മുസ്തഹിലായ സിഫത്ത് അത്തഅദ്ദുദു, ബഹുത്വം. അത്തഅദ്ദുദു, ബഹുത്വം. 9ാമത്തെ ക്വസ്റ്റ്യൻ. കൗനുഹു മുരീദ. കൗനുഹു മുരീദ എന്നുള്ളതിൻ്റെ ഉദ്ദേശമുള്ളവനായിരിക്കുക എന്നുള്ളതിൻ്റെ കൗനുഹു കാരിഹ. കൗനുഹു കാരിഹ. അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ. കൗനുഹു മുത്തകല്ലിമ. കൗനുഹു മുത്തകല്ലിമ എന്നുള്ളത് സംസാരമുള്ളവനായിരിക്കുക. അതിൻ്റെ ആൻസർ കൗനുഹു അബ്കമ. അതിൻ്റെ മുസ്തഹിലായ സിഫത്ത് കൗനുഹു അബ്കമ, മൂകനായിരിക്കുക. 11ാമത്തെ. കൗനുഹു സമീഅ, കേൾവിയുള്ളവനായിരിക്കുക. അതിൻ്റെ കൗനുഹു അസമ്മ. ഡി ആണ് അതിൻ്റെ ആൻസർ. കൗനുഹു അസമ്മ, ബധിരനാവുക. മുസ്തഹിലായ സിഫത്താണ് ഈ സൈഡിൽ. ഈ സൈഡിൽ വാജിബായ സിഫത്ത്. അത് പൂരിപ്പിക്കുക. 12ാമത്തെ ക്വസ്റ്റ്യൻ. വക്ന് ബിതർക്കി ഡാഷ് വൽ ഫാഖിരി മിൻ മത്അമിൻ വ മലാബിസിൻ വ മനാസില. വക്ന് ബിതർക്കിൽ മുഷ്തഹ. ആൻസർ മുഷ്തഹ വൽ ഫാഖിരി. മുഷ്തഹ എന്നാണ് അവിടെ ആൻസർ. 13. ഖദറിൽ വിശ്വസിക്കൽ ഈമാൻ കാര്യങ്ങളിൽ ഡാഷ് ആണ്. ഈമാൻ കാര്യങ്ങളിൽ 6ാമത്തേതാണ് ഖദറിൽ വിശ്വസിക്കൽ. 14. നാവിനെയും ഡാഷിനെയും സൂക്ഷിക്കുന്നവർക്ക് സ്വർഗം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്. നാവിനെയും ഫർജിനെയും. ആൻസർ ഫർജിനെയും. 15. ഇന്നല്ലാഹ ലാ യൻളുറു ഇലാ ഡാഷ് വലാ ഇലാ സൂരിക്കും. ഇന്നല്ലാഹ ലാ യൻളുറു
ഇല ഡേഷ് വല ഇല സുവരിക്കും അജ്സാമിക്കും എന്നാണ്. എൻലുറു ഇല അജ്സാമിക്കും. അവിടെ എഴുതേണ്ട ആൻസർ അജ്സാമിക്കും. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഖലീഫമാരുടെ ഭരണ നേട്ടങ്ങൾക്ക് ഡേഷ് അടിത്തറ പാകിയത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഖലീഫമാരുടെ ഭരണ നേട്ടങ്ങൾക്ക് അടിത്തറ പാകിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അടുത്ത ക്വസ്റ്റ്യൻ, പരിശുദ്ധ മക്ക ഡേഷ് വർഷത്തിൽ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഭാഗമായി? ഹിജ്റ 8ാം വർഷത്തിൽ. അതിൻ്റെ ആൻസർ ഹിജ്റ 8ാം വർഷത്തിൽ. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 18 ഇബാദത്തിൽ മുഴുകാൻ വേണ്ടി അധികാരം ഉപേക്ഷിച്ച് നാടുവിട്ട മഹാൻ? ഇബ്രാഹിമുബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. ആൻസർ ഇബ്രാഹിമുബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. 19 അല്ലാഹു തആലക്ക് വാജിബായ സിഫത്തുകളിൽ 9ാമത്തേത് ഏത്? വാജിബായ സിഫത്തുകളിൽ 9ാമത്തേത്. വാജിബായ സിഫത്തുകൾ ഏതൊക്കെയാണ്? വുജൂദു, കിദം, ബക്കാ, മുഖാലിഫത്തുല്ലിൽ ഹവാദിസി, കിയാമും ബിൻ നഫ്സി, വഹദാനിയത്ത്, കുദ്റത്ത്, ഇറാദത്ത്. 9ാമത്തെ അൽ ഇൽമു. അതിൻ്റെ ആൻസർ ഇൽമു. 20ാമത്തെ ക്വസ്റ്റ്യൻ, ദുൽഖില എന്നതിൻ്റെ അർത്ഥം എന്ത്? സംരക്ഷകൻ. 21 റോമക്കാരുമായി യുദ്ധം ചെയ്യാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു അയച്ച സൈന്യത്തെ നയിച്ചത് ആരാണ്? ഉസാമ റളിയല്ലാഹു അൻഹു. റോമക്കാരുമായി യുദ്ധം ചെയ്യാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു അയച്ച സൈന്യത്തെ നയിച്ചത് ഉസാമ റളിയല്ലാഹു അൻഹു. സംഭാഷണത്തിലൂടെ നിരീശ്വരവാദിയെ പരാജയപ്പെടുത്തിയ ഇമാം? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അൽ ഖുലഫാഉ റാഷിദൂൻ യുടെ ഭരണം എത്ര കാലം നീണ്ടുനിന്നു? 23ാമത്തെ ക്വസ്റ്റ്യൻ, അൽ ഖുലഫാഉ റാഷിദൂനയുടെ ഭരണം എത്ര കാലം നീണ്ടുനിന്നു? 30 വർഷം. ഖുലഫാഉ റാഷിദൂൻ 30 വർഷം ഭരിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വാചകത്തിൽ ഉത്തരം എഴുതുക. മുഅ്മിൻ ആരാണ്? 25ാമത്തെ ക്വസ്റ്റ്യൻ, മുഅ്മിൻ ആരാണ്? ആരാണ് മുഅ്മിൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമാക്കുന്നവനാണ് മുഅ്മിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമാക്കുന്നവനാണ് മുഅ്മിൻ. 25ാമത്തെ ക്വസ്റ്റ്യൻ, വേതനം ഹലാലാകാൻ തൊഴിലാളി എന്തു ചെയ്യണം? തൊഴിലാളികൾ ഉത്തരവാദിത്തത്തോടെ ജോലി ചെയ്യണം. ആൻസർ തൊഴിലാളികൾ ഉത്തരവാദിത്തത്തോടെ ജോലി ചെയ്യണം. 26ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. സാരം എഴുതുക. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഏതൊരു കർമ്മവും സ്വീകാര്യമാകുന്നത് നെയ്യത്ത് പരിഗണിച്ചാണ്. ഏതൊരു കർമ്മവും സ്വീകാര്യമാവുന്നത് നെയ്യത്ത് പരിഗണിച്ചാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖ് എന്ന് പേര് ലഭിക്കാൻ കാരണമെന്ത്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖ് എന്ന് പേര് ലഭിക്കാൻ കാരണമെന്ത്? അതിൻ്റെ ആൻസർ, നബിതങ്ങൾ പറയുന്ന മുഴുവൻ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ. നബിതങ്ങൾ പറയുന്ന മുഴുവൻ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന പേര് ലഭിച്ചു. 28ാമത്തെ ക്വസ്റ്റ്യൻ, മൽ ഇഖ്ലാസു. ഇഖ്ലാസ് എന്നാൽ എന്ത്? ആരാധന ചെയ്യുന്നതിലൂടെ സംരക്ഷകനായ നിന്റെ ഇലാഹിനോടുള്ള സാമീപ്യം മാത്രം ആഗ്രഹിക്കുന്നതിന് ഇഖ്ലാസ് എന്ന് പറയുന്നു. ആരാധന ചെയ്യുന്നതിലൂടെ സംരക്ഷകനായ നിന്റെ ഇലാഹിനോടുള്ള സാമീപ്യം മാത്രം ആഗ്രഹിക്കുന്നതിന് ഇഖ്ലാസ് എന്ന് പറയുന്നു. 29ാമത്തെ ക്വസ്റ്റ്യൻ, അറബിയാക്കുക. ഏഷ്യനിക്കാരൻ സ്വർഗത്തിൽ കടക്കുകയില്ല.
അതിൻ്റെ ആൻസർ ലാ യദ്ഖുലുൽ ജന്നത്ത, സ്വർഗത്തിൽ കടക്കുകയില്ല ആര്? നമ്മാമുൻ. ലാ യദ്ഖുലുൽ ജന്നത്ത നമ്മാമുൻ, ഏഷണിക്കാരൻ സ്വർഗത്തിൽ കടക്കുകയില്ല. 30ാമത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന നമുക്ക് സ്വാധീനമില്ലാത്ത 2 കാര്യങ്ങൾ എഴുതുക. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത 2 കാര്യങ്ങൾ. ഹൃദയസ്പന്ദനം, സിരകളിലൂടെ ഒഴുകുന്ന രക്തം. 2 എഴുതിയാൽ മതി. ഹൃദയസ്പന്ദനം, സിരകളിലൂടെ ഒഴുകുന്ന രക്തം. പിന്നെ വേറെ ഏതൊക്കെയാണ്? ശ്വാസോച്ഛ്വാസം, അങ്ങനെയൊക്കെ ഉണ്ട്. 2 എഴുതിയാൽ മതി. 31 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സലാസുൻ മുഹ്ലികാത്തുൻ, 2 എഴുതുക. അതിൽ നിന്ന് 2 എഴുതിയാൽ മതി. പിശുക്കിനെ അനുസരിക്കൽ, ഉൾനാട്യം. ഏതൊക്കെയാണ് 2? പിശുക്കിനെ അനുസരിക്കൽ, ഉൾനാട്യം. 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 32ാമത്തെ ക്വസ്റ്റ്യൻ, ഖദറിലുള്ള വിശ്വാസം. അതിൻ്റെ ആൻസർ ഖദറിൽ വിശ്വസിക്കൽ ഈമാൻ കാര്യങ്ങളിൽ 6ാമത്തേതാണ്. ലോകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു തആലയുടെ നിശ്ചയം അനുസരിച്ചാണ് നടക്കുന്നത്. എല്ലാം അവൻ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ ഹൈറായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ശുക്ർ ചെയ്യണം, ഷർറായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമ കൈക്കൊള്ളുകയും വേണം. ഖദറിൽ വിശ്വസിക്കൽ ഈമാൻ കാര്യങ്ങളിൽ 6ാമത്തേതാണ്. ലോകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു തആലയുടെ നിശ്ചയം അനുസരിച്ചാണ് നടക്കുന്നത്. എല്ലാം അവൻ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ ഹൈറായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ശുക്ർ ചെയ്യണം, ഷർറായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമ കൈക്കൊള്ളുകയും വേണം. 33ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഖുലഫാഉ റാഷിദൂൻ. അൽ ഖുലഫാഉ റാഷിദൂൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം തങ്ങളുടെ മാതൃക പിൻപറ്റി മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകി ഭരണം നടത്തിയ സ്വഹാബിമാരാണ് അൽ ഖുലഫാഉ റാഷിദൂൻ. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. ഈ 4 പേരും ഖുറൈശികളാണ്. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബികളിൽ പ്രമുഖരാണ് ഇവർ. ഖുലഫാഉ റാഷിദുകളുടെ ഭരണം 30 കൊല്ലത്തോളം നീണ്ടുനിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം തങ്ങളുടെ മാതൃക പിൻപറ്റി മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകി ഭരണം നടത്തിയ സ്വഹാബിമാരാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. ഈ 4 പേരും ഖുറൈശികളാണ്. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബികളിൽ പ്രമുഖരാണ്. ഖുലഫാഉ റാഷിദുകളുടെ ഭരണം 30 കൊല്ലത്തോളം നീണ്ടുനിന്നു. ഇതോടുകൂടി ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അവസാനിക്കുന്നു. 5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഇത് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.